എന്തു പറ്റി ശ്രീധരണ്ണ? ഇനി എന്ത് പറ്റാനടാ? എല്ലാം പോയില്ലേ. അങ്ങോട്ട് നോക്കണ വലിയ ഹോസൊന്നും വേണ്ട, കാണാനാളില്ല. വിവാദ ഇടവേളയ്ക്ക് ശേഷം പൊതുവേദിയിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജിന് മുന്നിൽ ഒഴിഞ്ഞ കസേരകൾ. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ പത്തനംതിട്ട ആയുഷ് ഇന്റഗ്രേറ്റഡ് ആശുപത്രി നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ ആണ് മന്ത്രിക്ക് ആളില്ലാത്ത കസേരകൾ കാണേണ്ടി വന്നത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. മന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ 10-ൽ താഴെ ആളുകൾ മാത്രമാണ് സദസ്സിൽ ഉണ്ടായിരുന്നത്. CPM പ്രവർത്തകർ പോലും പങ്കെടുക്കാതിരുന്ന ചടങ്ങ് ശ്രദ്ധേയമായി. 10-ൽ താഴെ കാണികൾ റെക്കോർഡിട്ട് കളഞ്ഞല്ലോ വീണേച്ചി. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ജോസേ അങ്ങോട്ട് കൂടി. 2 കൈകളിലെയും വിരലുകൾ മൊത്തം ഒന്ന് മടക്കി എണ്ണാനുള്ള അവസരം പോലും ഞങ്ങൾക്ക് തന്നില്ലല്ലോ. ആക്രമണ പ്രത്യാരോപണത്തിനും വധശ്രമത്തിനും ശേഷം ആരോപണവും ഉയർന്നതിന് ശേഷമാണ് മന്ത്രി വിശ്രമത്തിലേക്ക് പോയത്. അതിനുശേഷം മന്ത്രി പങ്കെടുത്ത പൊതുപരിപാടിയായിരുന്നു. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറി? ഈ ജനപിന്തുണയൊക്കെ എവിടെ കൊണ്ട് വെക്കും? വേദിയിലിരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരും കൂടെ ചേർത്ത് ഒരു 10-ൽ താഴെയുണ്ട്. സദസ്സിൽ CPM പ്രവർത്തകർ പോലും എത്തിയില്ല എന്നുള്ളതാണ്. ഒരു മന്ത്രിയുടെ പരിപാടിയാകുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ സമയം കൂടിയാണ്. അപ്പോൾ ആ ഉദ്ഘാടന ചടങ്ങിനായി ആളുകൾ എത്തേണ്ടതാണ്. പക്ഷെ പാർട്ടി പ്രവർത്തകരെ പോലും കാണാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോ കരഞ്ഞാ മതിയല്ലോ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഏറ്റവും മുൻനിരയിലായി വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഉദ്യോഗസ്ഥന്മാരോ മറ്റോ ആകാം. അല്ലാതെ പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ആ പരിപാടിയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഈ 10-ൽ താഴെ ആളിന്റെ കണക്കാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ പന്തലൊക്കെ വലിച്ചു കെട്ടിയവര് കുറച്ച് പേര് കാണുമല്ലോ. പിന്നെ മൈക്ക് ഓപ്പറേറ്റർ, വന്ന വണ്ടിയുടെ ഒക്കെ ഡ്രൈവർമാര്, അവരാരും പോലും സഹകരിച്ചില്ലേ? ശവത്തെ കുത്തരുത്.